നാരായണ നമ്പൂതിരി, നമ്മുടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ്റെ FB പേജ് ഞാൻ നോക്കിയായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മാപ്പൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ഫേസ്ബുക്ക് പേജിലും മാപ്പ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത് 28 മിനിറ്റ് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ രാഹുലിന് പകരം പ്രിയങ്ക വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകും, അതിനെ അഭിനന്ദിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആരാണ് മാപ്പ് പറഞ്ഞത് എന്ന് വ്യക്തമാകുന്നില്ല. മാത്രമല്ല, ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു, ഈ KPCCയുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നവ അവർക്ക് ഹിന്ദി പരിജ്ഞാനം അത് കുറച്ചുകൂടി അനിവാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പലതും ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, തർജ്ജമ ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ ആണ്. മോദി ദൈവമാണ് എന്ന് മോദി തന്നെ പറയുന്നു. അതുമാത്രമല്ല, പിന്നെ 15 ലക്ഷം അവരുടെ പോക്കറ്റിലെത്തും. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആണ് എന്നുകൂടി മനസ്സിലാക്കുന്നു. അല്ലേ, അതിനു മുമ്പ് സരിൻ പറഞ്ഞ ഈ G7 കുറിച്ച് അദ്ദേഹം വളരെ വിശദീകരിച്ചു. G7 എന്ന് പറയുന്നത് 7 രാഷ്ട്രങ്ങൾ ചേർന്ന് ഇന്ത്യ ലോകത്തെ സാമ്പത്തിക ശക്തികളായ 7 രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ചതാണെന്നും 13 രാജ്യങ്ങളെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ ഉള്ളത് ശരിയാണ്. ഇതൊന്നും അല്ലാതെ BJP ഇന്ത്യ G7 കൺട്രീസിലെ ഒരു ഭാഗമാണ് എന്നൊന്നും ആരും അവകാശപ്പെട്ടില്ല. പക്ഷേ കഴിഞ്ഞ 5 തവണയായി G7 സമ്മേളനങ്ങളിൽ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സ്പെഷ്യൽ ഇൻവൈറ്റിയായി ക്ഷണിക്കാറുണ്ട്. കഴിഞ്ഞ 5 തവണയായി G7 സമ്മേളനങ്ങളിൽ നരേന്ദ്രമോദി പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ G7 പ്രത്യേക ക്ഷണം കിട്ടിയ ഒരു ഇന്ത്യക്ക് കിട്ടി എന്നുള്ളത്, നരേന്ദ്രമോദിക്ക് കിട്ടി എന്നുള്ളത് കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. 2 G7 രാജ്യങ്ങളിൽ ഉള്ള സമ്മേളനത്തോടനുബന്ധിച്ച് കൂടിയ ലോകരാഷ്ട്ര തലവന്മാരുടെ ഫോട്ടോ സെഷനിൽ നരേന്ദ്രമോദിയാണ് നടുക്ക് നിൽക്കുന്നത്. അത് നിർത്തിയത് നരേന്ദ്രമോദിയെ നിർത്തി ഫോട്ടോ എടുത്തത് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല. G7 രാജ്യങ്ങളും അവിടെ പങ്കെടുത്ത ആഫ്രിക്കൻ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും അടങ്ങുന്ന പ്രതിനിധികൾ നരേന്ദ്രമോദിയാണ് സെൻറ്റർ സ്റ്റേജിൽ നിൽക്കേണ്ടത് എന്ന് അവർ തീരുമാനിച്ചതുകൊണ്ടാണ്. നരേന്ദ്രമോദിയാണ് സെൻറ്റർ സ്റ്റേജിൽ നിൽക്കേണ്ടത് എന്ന് അവർ തീരുമാനിക്കാൻ കാരണം, ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്ര തലവൻ അത് നരേന്ദ്രമോദിയാണ്. മോദിയുടെ സാന്നിധ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പാലസ്തീൻ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് മോഡിയോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായി അത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് അത് ഇന്ത്യക്ക് കിട്ടുന്ന അംഗീകാരമാണ്. പക്ഷെ കോൺഗ്രസിന് എന്താ പ്രശ്നം? നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു ചായക്കടക്കാരൻ പയ്യൻ, ഈ രാജ്യഭരണം ജന്മാവകാശമായി കരുതാത്ത, ഈ സ്വർണ്ണ കരണ്ടിയുമായി ജനിക്കാത്ത ഒരു ചായക്കടക്കാരൻ പയ്യൻ, ഒരു പിന്നോക്കക്കാരൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി 10ാമത് വർഷം 3ാം തവണ വീണ്ടും അധികാരത്തിൽ വരുന്നു. ആ അധികാരത്തിൽ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നു. ആ നടുക്ക് നിർത്തി ഫോട്ടോ എടുക്കാതെ മൻമോഹൻ സിംഗിനെ നിർത്തിയതുപോലെ സൈഡിലേക്കോ പുറകിലേക്കോ ഒക്കെ നിർത്തിയിരുന്നെങ്കിൽ ഇവരിന്ന് ഈ പോപ്പ് ആദ്യമായി ദൈവത്തെ കാണുന്നു എന്നൊരു പോസ്റ്റ് ഇടത്തില്ലായിരുന്നു. അപ്പോൾ ആ നരേന്ദ്രമോദി, ശരിയാണ്, സരിൻ പറഞ്ഞത് ശരിയാണ്, നരേന്ദ്രമോദിയെ ട്രോളുന്നപ്പോൾ എന്തിനാണ് പരിശുദ്ധ പോപ്പിനെ ട്രോളുന്നത്? പോപ്പിനെയല്ലേ ട്രോളുന്നത്? പോപ്പ് ആദ്യമായി ദൈവത്തെ കാണുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുമത വിശ്വാസികളുടെ ഏറ്റവും വലിയ ആരാധനാപാത്രം, ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്നയാൾ ഇതുവരെ ദൈവത്തെ കണ്ട നരേന്ദ്രമോദിയാണ് ദൈവത്തെ കാണുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ദൈവം എന്ന് പറഞ്ഞത്? നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി ഒരിടത്തും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. അവിടാണ് അനിൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി. കോൺഗ്രസിന് ഹിന്ദി മാത്രമല്ല അറിയാത്തത്, ഇന്ത്യയുടെ സംസ്കാരവും അറിയില്ല, ഇന്ത്യയുടെ സാംസ്കാരിക സവിശേഷത അറിയില്ല, ഇന്ത്യയുടെ വിശ്വാസ സംവിധാനങ്ങൾ അറിയില്ല. ഇന്ത്യൻ ജനതയുടെ ഭാരതീയ വിശ്വാസ പ്രമാണം ഓരോ ജീവിയും അത് ഉള്ളവനാണ്. അത് ദൈവത്തിൻ്റെ ഓരോ വ്യക്തിക്കും അവൻ്റെ നിയോഗം എന്ന് പറയുന്നത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് ഓരോ കർമ്മം ചെയ്യാൻ. അതോരോ വിശ്വാസം. നാരായണൻ നമ്പൂരി ഇപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു ദൈവനിയോഗമാണ് ഭാരതീയ സങ്കല്പത്തിൽ.
അത് ഗുരുമൂർത്തി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കും എന്നതുകൊണ്ട് ഞാനതിൽ കടക്കുന്നില്ല. അത് ഇന്ത്യയുടെ സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി പറഞ്ഞത് എനിക്ക് എൻ്റെ നിയോഗം ഈ രാജ്യത്തെ സമ്പൽ സമൃദ്ധമുള്ള രാഷ്ട്രമാക്കി മാറ്റാനുള്ള ദൈവനിയോഗമാണെന്നാണ് പറഞ്ഞത്. എൻ്റെ ഊർജം എവിടെയാ പറഞ്ഞത്? എൻ്റെ ഊർജം അത് കേവലം ബയോളജിക്കൽ ഊർജമല്ല, ഈ ദൈവനിയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഊർജമാണ് എനിക്ക്, എനർജിയാണ് എനിക്കെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അത് ഹിന്ദി ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ടോ മനസ്സിലായി എങ്കിലും അത് മനസ്സിലായി എന്ന് നടിക്കാത്തത് കൊണ്ടോ നരേന്ദ്രമോദിയെ ട്രോളാൻ കിട്ടുന്ന 2014 തൊട്ടല്ല 2002 തൊട്ട് നരേന്ദ്രമോദിയെ ട്രോളാൻ കിട്ടുന്ന ഒരവസരവും കളയാത്തവരാണ് കോൺഗ്രസ്സുകാർ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അന്ന് തുടങ്ങിയ പരിപാടിയാണ് ഈ ട്രോളൽ. ഈ ട്രോളി എവിടെ എത്തി നിൽക്കുന്നത്? കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു? കോൺഗ്രസ് BJPയും കോൺഗ്രസുമായി മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ടു. കോൺഗ്രസ് എവിടെ 99 സീറ്റ് പിടിച്ചത്? മുന്നണി DMKയുടെ കൂടെ നിന്ന്, SP-യുടെ കൂടെ നിന്ന്, ആപ്പിന്റെ കൂടെ നിന്ന്. അതല്ലാതെ ഡയറക്റ്റ് ഫൈറ്റ് ഉള്ളിടത്ത് എവിടെയാ കോൺഗ്രസിന് നേട്ടമുണ്ടായേ? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെയും BJPയാണ് നേതൃത്വത്തിൽ കൂടുതൽ സീറ്റ് നേടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ട്രോളിക്കോളും, നിങ്ങൾ ട്രോളിക്കോളും. നരേന്ദ്രമോദിയെ ട്രോളണ്ട എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ട്രോളാനുള്ള അവകാശം, കളിയാക്കാനുള്ള അവകാശം. പക്ഷേ ഈ രാജ്യത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന, അംഗീകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. 3 വട്ടം നിങ്ങൾ 84-ലാണ് നിങ്ങൾ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുന്നത്. 84-ന് ശേഷം 2 വട്ടമാണ് കോൺഗ്രസിന് 200 സീറ്റിൽ കൂടുതൽ കടക്കാൻ കഴിഞ്ഞത്. 91-ൽ നരസിംഹറാവുവിൻ്റെ കാലത്തും 2009-ൽ മൻമോഹൻ സിംഗിൻ്റെ കാലത്തും. ബാക്കിയുള്ളതെല്ലാം 200-ൽ താഴെയാ സാർ. കഴിഞ്ഞ 10 വർഷമായി ഈ 3 തെരഞ്ഞെടുപ്പിൽ 100-ൽ താഴെയാണ് സാർ. എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 100-ൽ താഴെ പോയി എന്ന് സരിൻ ഉൾപ്പെടെയുള്ളവർ ആലോചിക്കണം. എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ കാലിൽ നിന്ന് കാലിനടിയിലെ മണ്ണ് ചോർന്നു പോയി എന്ന് പരിശോധിക്കണം. നിങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ നിങ്ങൾ എടുക്കുന്ന ഈ സമീപനമാണ്. കാശ്മീരിലടക്കം കാശ്മീരിൽ ഇന്ത്യൻ പട്ടാളക്കാരെ പാകിസ്ഥാൻ അതിക്രൂരമായി കൊന്നപ്പോൾ, അംഗഭംഗം വരുത്തിയപ്പോൾ, മൃതശരീരത്തിനെ പോലും അപമാനിച്ചപ്പോൾ, പട്ടാളം തിരിച്ചടിക്കാൻ തയ്യാറായപ്പോൾ വേണ്ട എന്ന് പറഞ്ഞൊരു ഭരണകൂടം ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസിന്റെ. ലോക ജനത ഇന്ത്യയെ അവഹേളിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇന്ത്യയെ പുറകോട്ട് തള്ളിയപ്പോൾ, ഈ ഇന്ത്യയിൽ ആണവ സ്ഫോടനം നടത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ഭരണകൂടം ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസിന്റെ. അമേരിക്കയുടെ താല്പര്യത്തിനൊത്ത് നിന്നിരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം കോൺഗ്രസിന്റെ. അത് മാറി ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഭരണകൂടം വരുമ്പോൾ ശരിയാണ്, അതിനെ എതിർക്കാൻ സോറസ് ഉണ്ടാവും, അതിനെ എതിർക്കാൻ ഫോർട്ട് ഫൗണ്ടേഷൻ ഉണ്ടാകും. ഫോർട്ട് ഫൗണ്ടേഷന്റെ അതിനെ എതിർക്കാൻ ചൈനീസ് പാർട്ടിയുമായി കരാർ ഒപ്പിട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകും. ചൈനയുടെ ആവശ്യമാ, ഫോർഡ് ഫൗണ്ടേഷന്റെ ആവശ്യമാ, ജോർജ് സോറസിന്റെ ആവശ്യമാ ഇന്ത്യയെ തകർക്കുക എന്നുള്ളത്. ആ ഇന്ത്യയെ തകർക്കാനുള്ള വിദേശ ശക്തികളുടെ കയ്യിലെ പാമ്പായി മാറുന്നു. അവരുടെ മകുടി ഊതുന്നതിനൊത്ത് ചലിക്കുന്ന തലയാട്ടുന്ന പാമ്പായി കോൺഗ്രസ് മാറിയതാ. അതുകൊണ്ടാണ് അവർ പോപ്പിനെയും നരേന്ദ്രമോദിയെയും അധിക്ഷേപിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ലോകരാജ്യങ്ങളിൽ പോയി നടന്ന് അവഹേളിക്കുന്നത്. അതുകൊണ്ട് മാപ്പ് എന്ന് പറയുന്നത് എക്സിലൂടെ എക്സ് ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന സോഷ്യൽ മീഡിയ. ഇപ്പൊ സുധാകരൻ എന്തുകൊണ്ട് മാപ്പ് പറഞ്ഞില്ല? എന്തുകൊണ്ട്? വയനാട്ടിലേക്ക് വരികയാണല്ലോ പ്രിയങ്ക ഗാന്ധി. വയനാട്ടിലും ഉണ്ടല്ലോ പാവപ്പെട്ട കുറെ ക്രിസ്ത്യാനികൾ. പോപ്പിനെ അപമാനിച്ചിട്ടാ വയനാട്ടിലേക്ക് വരുന്നത്. സുധാകരൻ മാപ്പ് പറയുന്നില്ല, സതീശൻ മാപ്പ് പറയുന്നില്ല. രാഹുൽ ഗാന്ധിക്ക് പിന്നെ മാപ്പ് എന്ന് പറയുന്നത് ഈ ലോക മാപ്പല്ലാതെ വേറെ മാപ്പില്ലല്ലോ. മാപ്പ് പറയാൻ ഞാൻ സവർക്കറല്ല. സവർക്കറുടെ കാലിൻ്റെ അടിയിലെ എന്താ പറയണ്ടേ, ഈ ഉപ്പൂറ്റിയിലെ ഒരു മണൽത്തരിയിൽ തൊടാൻ പോലും യോഗ്യതയില്ലാത്ത രാഹുൽ ഗാന്ധി മാപ്പ് പറയത്തില്ല. കാരണം രാജാവിന് തെറ്റുപറ്റില്ല എന്നാണല്ലോ പഴയ കാലത്ത് പറയുന്നത്. ബ്രിട്ടീഷ് രാജാവിനെ കുറിച്ച് പറയുന്നത്. രാജാവിന്
നെഹ്റു കുടുംബത്തിലുള്ളവർക്ക് തെറ്റുപറ്റില്ല, നെഹ്റു കുടുംബത്തിലുള്ളവർ മാപ്പ് പറയില്ല. അതുകൊണ്ട് നിങ്ങൾ മാപ്പ് പറയണ്ട, നിങ്ങൾ ട്രോളിക്കൊണ്ടേ ഇരുന്നോളൂ, നിങ്ങൾ കളിയാക്കിക്കൊണ്ടേ ഇരുന്നോളൂ. ഇന്ത്യയുടെ ജനത കാണുന്നുണ്ട്.